ഹലോ, ഹായ്, നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് സാന്റ് എസ്തവം എന്ന ഐലൻഡിലുള്ള സാന്റ് എസ്തവം എന്ന കോട്ടയാണ്. ഗോവയിൽ ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ ആരംഭിച്ചതിന് ശേഷം ആദ്യം കാണുന്ന കോട്ടയാണ്. ഇതിന് എൻ്റെ കണക്കിൽ ഇത് ഞാൻ കാണുന്ന 31ാമത്തെ കോട്ട മാത്രമാണ്. ഇന്ത്യയിലെ 798 കോട്ടകളിലെ 31ാമത്തെ കോട്ടയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കോട്ടയിൽ 31 എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതിന് 32, 33 എന്ന് ഞാൻ അടയാളപ്പെടുത്തി പോകും. അതിനു മുമ്പുള്ള തെലങ്കാനയിലെ പല കോട്ടകളും നമ്മൾ ഈ ചാനലിൽ, ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെയും തെലങ്കാനയിലെയും കോട്ടകൾ ഇതിലുണ്ട്. അതെല്ലാവർക്കും കാണാം. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാന്റ് എസ്തവം ഫോർട്ടിലേക്ക് 2 വഴികളിലൂടെ വരാം. ഒന്ന് വാഹനം ഓടിച്ച് കയറി വരാൻ, മലയുടെ മുകളിൽ വരെ വരാനുള്ള വഴിയാണ്. അവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പോലെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു റൂമുണ്ട്. അതിനകത്തൊരു സെക്യൂരിറ്റി ഗാർഡ് ത്രൂ ഔട്ട് ഉണ്ട്. 2 or 3 ഷിഫ്റ്റിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പ്രത്യേകിച്ച് എൻട്രി ഫീ അങ്ങനെ ഇത് ഫോൺ നമ്പർ എഴുതി കൊടുക്കൽ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. കയറി പോകാം. എങ്കിലും ഒരു സുരക്ഷയ്ക്കെന്ന നിലയ്ക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഇത് വാഹനം ഓടിച്ച് കയറി പോകുന്ന വഴിയാണ്. ഇനി അപ്പുറത്തെ സ്റ്റെപ്പുകളിലൂടെ വേറൊരു വഴിയുണ്ട്. ആദ്യം നമുക്ക് ഈ വഴിയിലൂടെ കിടക്കാം. അതിനുശേഷം ഞാൻ സ്റ്റെപ്പിലൂടെയുള്ള വഴി കാണിച്ചു തരാം. ആ വഴിയിലൂടെ വരുമ്പോൾ കുറച്ച് ചരിത്രവും കഥകളും ഒക്കെ പറയാനുമുണ്ട്. അപ്പോൾ ആദ്യം ഈ വഴി നമുക്ക് കടന്നു പോകാം. ഞാൻ സെക്യൂരിറ്റി ഗാർഡിനോട് തുറന്നു തരാൻ പറഞ്ഞിട്ടുണ്ട്. 5 മണിക്കാണ് ഇവിടെ അടക്കുന്നത് അദ്ദേഹം. അതുകൊണ്ട് കാഴ്ചക്കാരില്ലാത്തത് കൊണ്ട് കൂടി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വന്ന് പറഞ്ഞപ്പോൾ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സാധാരണ എല്ലാ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റിലുള്ള ഒരു ബോർഡ് അതേപടി പകർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും 5000 രൂപയേ ഉള്ളൂ പിഴ. എന്ത് നാശനഷ്ടം വരുത്തിയാലും ആ ആദ്യകാലത്ത് എഴുതി വെച്ച 5000 രൂപ പിഴ മാത്രമേ ഇന്നും ഈടാകുന്നുള്ളൂ. സാന്റ് എസ്തവം ഫോർട്ടിൻ്റെ ചരിത്രം 3 വാചകത്തിൽ ഒതുക്കിക്കൊണ്ടുള്ളൊരു ബോർഡ് ഇവിടെയുണ്ട്. 1668 ജോ നൻസ് ഡി കുൻഹ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന കാലത്താണ് സാന്റ് എസ്തവം കോട്ട നിർമ്മിക്കപ്പെട്ടത്. ഗോവയുടെ അന്നത്തെ പോർച്ചുഗീസുകാരുടെ അതിർത്തികളായ കിഴക്കൻ അതിർത്തിയും വടക്ക് കിഴക്കൻ അതിർത്തിയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ കോട്ട നിർമ്മിച്ചത്.
സെക്യൂരിറ്റി ഗാർഡ് വന്ന് തുറന്നു തന്നിട്ടുണ്ട്. കുന്നിൽ സാന്റോസ്റ്റം കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സാന്റോസ്റ്റം ഐലൻഡിൻ്റെ നല്ലൊരു ആകാശ കാഴ്ച കിട്ടുന്നുണ്ട്. അത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും അല്ല മിക്കവാറും കോട്ടകൾ സ്ഥാപിക്കുന്നത്. സെയിൻറ്റ് എസ്റ്റവം കുന്നിലേക്ക് പോകുന്ന രണ്ടാമത്തെ വഴിയാണിത്. ആ വഴിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ഫാദർ ആൻ്റോണിയോ ലിയാൻഡ്രോവിൻ്റെ പ്രതിമയാണ്. ഇദ്ദേഹമാണ് 1926 ഒരു പുണ്യപ്രവൃത്തി ചെയ്തതായിട്ട് ഇവിടുത്തുകാർ കണക്കാക്കുന്നു. അതെന്താണെന്ന് നമുക്ക് മുകളിലേക്ക് ഈ വഴിയിലൂടെ ചെന്ന് അറ്റത്തെത്തുന്നതോടെ കൂടി കാണാം. നമ്മൾ ആ വഴിയുടെ അറ്റത്തെത്തി. ഇവിടുന്ന് ആരംഭിക്കുകയായി കുന്നിലേക്കുള്ള പടികൾ. കുരിശ് 1 ഇതെന്താണെന്ന് ക്രൈസ്തവരോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന 14 പീഠാനുഭവ സംഭവങ്ങളുടെ അനുസ്മരണ എന്ന നിലയ്ക്കാണ് ഇത് രണ്ടാമത്തെ കുരിശ്. മൂന്നാമത്തെ കുരിശ്, നാലാമത്തെ കുരിശ്, അഞ്ചാമത്തെ കുരിശ്, ആറാമത്തെ കുരിശ്, ഏഴാമത്തെ കുരിശ് കഴിയുന്നതോടുകൂടി പടികൾ അവസാനിക്കുകയാണ്.
ഇനി സ്ലോപ്പിലൂടെ നടന്ന് കയറിയാൽ മതി. ഇടതുവശത്ത് ബാക്കിയുള്ള കുരിശുകൾ കാണാൻ പറ്റും. ഇതാണ് 14ാമത്തെ കുരിശ്. ഇതല്പം വലിയ കുരിശാണ്. ഇതിന് പിറകിലായി തന്നെ നമുക്ക് സെൻറ്റ് എസ്തവൻ കോട്ടയും കാണാൻ പറ്റും. താഴെ നമ്മൾ ഫാദർ ആന്റോണിയോ ലിയാൻഡ്രോൻ്റെ പ്രതിമ കണ്ടു. അദ്ദേഹം ഒരു പുണ്യപ്രവൃത്തി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം റോമിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഈ പ്രതിമ, ഈ കുരിശടിക്ക് മുകളിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ ഈ പ്രതിമ, ദ കിങ് എന്ന പേര് ഇതിലറിയപ്പെടുന്ന ഈ പ്രതിമ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയുണ്ടായി. 1926 ഡിസംബർ 16 ഇതിവിടെ സ്ഥാപിക്കുകയും ആദ്യത്തെ മാസം നടന്നത് 27 ഡിസംബറിനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ഡിസംബർ 27 ഇതിവിടെ ഒരു ആഘോഷമായി ഇവിടെ ആചാരങ്ങളും മാസമെല്ലാം നടത്തിപ്പോരുന്നു. സാന്തസ്തവം കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ഓൾഡ് ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പള്ളിയുണ്ട്, സെയിന്റ് ഫ്രാൻസിസ് അസീസി. ആ പള്ളി ഈ കുന്നിന്റെ മുകളിൽ നിന്ന് കാണാം. സാന്റസ്തവം കുന്നിൽ, അഥവാ ഈ കോട്ടയുടെ അടുത്ത്, സാന്റസ്തവം കോട്ടയുടെ അടുത്ത് ഈ പള്ളിയും സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഈ മുറിയും കൂടാതെ പിന്നെ കാണുന്നത് ഒരു വലിയ വാട്ടർ ടാങ്കാണ്. ഇത് പോർച്ചുഗീസ് കാലം മുതൽക്ക് ഉള്ളതാണ്. സാന്റസ്തവം ഐലൻഡിലെ മുഴുവൻ ആൾക്കാർക്കുള്ള വാട്ടർ സപ്ലൈ ഇന്നും ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. സാന്റസ്തവം കോട്ടയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.